ഹലോ, ഞാൻ ശ്രീദേവി ഫ്രം സി എസ് ടോക്കീസ്. ഓ, എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ ഒളിച്ചോടിപ്പോയേക്കുമായിരുന്നു. ദേ, മോളുടെ കല്യാണമായിരുന്നു പക്ഷേ അതിൻ്റെ തിരക്കിലായിരുന്നു. നവംബർ 18 തീയതിയായിരുന്നു കല്യാണം. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സായി വരുന്നതേ ഉള്ളൂ. റിലാക്സ് മീൻസ് നമ്മുടെ ആ നോർമൽ രീതിയിലേക്ക് വന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളെല്ലാം മിസ്സിങ് ആയതുകൊണ്ട് ഭയങ്കര സങ്കടവും ഇതൊക്കെയാണ്. നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടമായിരുന്നു. ഇന്ന് എങ്ങനെയായാലും ഒരു വീഡിയോ ചെയ്യാം. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി, എന്താ വീഡിയോ ചെയ്യാത്തത്, നമ്മുടെ ഫാൻസിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് എങ്ങനെയായാലും ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഓർത്തു. ഇന്ന് പുതിയ കണ്ടൻ്റ് ഒന്നുമില്ല കേട്ടോ, ഉപസാരോപദേശമൊന്നുമില്ല, കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നവംബർ 18 കല്യാണമായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ വ്യാഴാഴ്ച വിരുന്ന് തിങ്കളാഴ്ചയായിരുന്നു കല്യാണം. വ്യാഴാഴ്ച വന്നു, വിരുന്നിന് വന്നു, ഞായറാഴ്ച കൊണ്ട് അങ്ങോട്ടാക്കി. ഇനിയിപ്പോൾ ഈ ശനിയാഴ്ച, അതായത് നാളെ അവർ രണ്ടാം വിരുന്നിന് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയ വീഡിയോ ചെയ്തേക്കാൻ നിർത്തും. പ്രത്യേകിച്ച് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ കല്യാണത്തിനൊരു തിരക്കും കാര്യങ്ങളും ഒരു ചില്ലറ കാര്യമല്ല കേട്ടോ ഒരു കല്യാണം എന്ന് പറയുന്നത്. സത്യം, നമുക്ക് ആ സമയത്ത് എല്ലായിടത്തും ഒന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. കാരണം കല്യാണം വിളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുണ്ട്. നമുക്കെന്ന് വെച്ചാൽ ലീവില്ലാത്ത ടീമല്ലേ. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെയാണ് ഈ വിളിക്കാനൊക്കെ പോകുന്നത്. നമ്മൾ നേരിട്ട് ചെന്ന് വിളിക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. പിന്നെ കുറേ പേര് നല്ല മനസ്സുള്ള ആൾക്കാരെ ഫോണിലാണ് വിളിച്ചത്, അവരെല്ലാം വരികയും ചെയ്തു കേട്ടോ. അതിനൊക്കെ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ നേരിട്ട് ചെന്ന് വിളിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് നമ്മൾ രണ്ടുപേരോട് ചേർന്നാണ്, ഞാനും ഏട്ടനും കൂടെ ഒരുമിച്ചാണ് പോയി വിളിച്ചത്. അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഈ രാവിലെയും വൈകിട്ടും ഒക്കെയാണ് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമൊക്കെ വിളിച്ചാൽ നടന്നൊക്കെ ഒത്തിരി ക്ഷീണിച്ചെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വെച്ച് കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്ന ക്ഷീണം അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ ആ ക്ഷീണമെല്ലാം മാറി വരുന്നില്ല, ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം ശരീരമൊക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിള്ളേർ അവരുടെ രീതിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ വരുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇരിക്കുവാണ്. പിന്നെ കല്യാണം നിസ്സാര കാര്യമല്ല കേട്ടോ. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് അത്രയും ടെൻഷനില്ല. അപ്പോൾ അച്ഛനും അമ്മയും അത് കടമയാണ്, അതാണ് നമ്മൾ ഓർക്കുമായിരിക്കും. പക്ഷേ അത് നമ്മളത് ആ രീതിക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടെൻഷൻ. നമ്മൾ ഈ വിളിച്ചിട്ട് വരുന്ന ആൾക്കാരെ എല്ലായിടത്തെയും നമ്മുടെ മുഖം, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ആ ഒരു കെയറിങ് എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് ഭയങ്കര, കാരണം പല ആൾക്കാർ ഒരേ സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഓരോരുത്തരെയും നമ്മളൊന്ന് ഹായ് ഹലോ വെക്കാൻ പോലുള്ള സമയമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഒത്തിരി പേരെ ചിലപ്പം കാണാൻ പറ്റാതെ വന്നിട്ടുണ്ടാവും, എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ യൂട്യൂബ് കാണുന്നവർ ക്ഷമിക്കണം കേട്ടോ. വന്നതിലൊക്കെ എല്ലാവർക്കും സന്തോഷമൊക്കെ ആയിരുന്നു. എല്ലാം ഭംഗിയായിട്ടൊക്കെ നടന്നു കേട്ടോ. മഴയൊക്കെ ഇച്ചിരി പേടിപ്പിച്ചെങ്കിലും വലിയ കുഴപ്പമില്ല. നമ്മളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് തന്നെ നടന്നെന്നാണ് നമ്മുടെ വിശ്വാസം. ആ പിള്ളേർ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഈ കല്യാണ കാര്യം പറയുമ്പോഴാണ് ഓർക്കുന്നതേ, എൻ്റെ അച്ഛൻ ഞങ്ങൾ 7 പേര്, 5 പെണ്ണും 2 ആണും ആണ്. അപ്പോൾ ഈ പെൺപിള്ളേരുടെയൊക്കെ കല്യാണം നടത്തിയ അച്ഛനെ ഞാനിപ്പോൾ ഈ നിമിഷത്തിൽ നമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒറ്റയ്ക്കാണ് അച്ഛൻ ഒറ്റയ്ക്കാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനന്ന് കുഞ്ഞാണ്. ഞാൻ എൻ്റെ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ 4ാം ക്ലാസ്സിലാണോ 4ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ മൂത്ത ചേച്ചി, എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി ടീച്ചറാണ് സ്കൂളിലെ. ഇവരെല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിന് സദ്യ എല്ലാം ഗംഭീരമായിട്ട് ആവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ലാസ്റ്റ് ഇല തികഞ്ഞില്ല, തീർന്നുപോയി. എല്ലാ ആഹാര സാധനവും ഉണ്ട്, ഇലയില്ലാത്തൊരവസ്ഥ ഓർത്ത് നോക്കി. ഇന്ന് ഞാനത് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ആ കാര്യം. കാരണം ആ ഇലയില്ലാത്തൊരവസരത്തിൽ അച്ഛൻ വേറെ ആരെയും വിട്ടില്ല. എത്ര ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും അവരാരെയും വിടാനുള്ള വിശ്വാസം അച്ഛനില്ല. കാരണം അവരെന്തെങ്കിലും വഴിയിൽ തങ്ങി നിന്ന് താമസിച്ചാലോ, അച്ഛൻ്റെ അത്രയും ഉത്തരവാദിത്വം എങ്ങനെയായാലും അവർക്കുണ്ടാകില്ല എന്നുള്ള ഓർത്തിട്ടായിരിക്കാം അച്ഛൻ തന്നെ പോയി സൈക്കിളിൽ, എത്ര വർഷം മുന്നേ സൈക്കിളിൽ പോയി മാർക്കറ്റിൽ പോയി ഇല വാങ്ങിച്ചുകൊണ്ട് വന്ന് സദ്യ കൊടുത്ത സമയമുണ്ട്. ആ ഒരവസ്ഥയൊക്കെ ഞാൻ ഓർക്കുക ഇപ്പോൾ. അപ്പോൾ
നമുക്കങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ വിളിച്ച് വരുന്ന എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കുക, ഒന്ന് കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അതൊന്നും കംപ്ലീറ്റ് ആകാനായിട്ട് യാതൊരു സാധ്യതയില്ല. എല്ലാവർക്കും ചിലപ്പോൾ പരിഭവവും പരാതിയൊക്കെ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും നമ്മൾ മൈൻഡിൽ തെളിഞ്ഞവരെയൊക്കെ നമ്മൾ കെയർ ചെയ്തിട്ടാണ് വിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ പിള്ളേർ മനസ്സിലാക്കണം, ഒരു കല്യാണം കഴിയുമ്പോൾ ഉള്ള ഒരു കല്യാണത്തോട് അനുബന്ധിച്ചുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ. ഞാൻ പൊതുവേ ടെൻഷൻ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. പൊതുവേ എല്ലാ കാര്യത്തിലും ടെൻഷൻ കുറവാണ് എനിക്ക്. എന്നിട്ട് പോലും ടെൻഷനല്ല, എല്ലാവരെയും കെയർ ചെയ്യാനുള്ള ഒരു വെപ്രാളം അതുണ്ടാകുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഇനിയിപ്പോൾ നാളെ അവർ വരുന്നുണ്ട്. നാളെയും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഇത് കാണിക്കണം. ഒത്തിരി ഇതായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒത്തിരി ആർഭാടം ആണോ ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കധികം ആർഭാടം ഇഷ്ടമുള്ള ഒരാളല്ല. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ല ഹൽദി വേണം, തലേ ദിവസം മറ്റേ ഡാൻസ്, അത് ഇത് DJ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുത്ത കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആർഭാടമായോ ചോദിച്ചാൽ കുറച്ച് ആർഭാടമായിരുന്നു. ആർഭാടം അല്ലേ ചോദിച്ചാൽ അങ്ങനെയല്ല താൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിലൊന്നും അല്ല കാര്യം. ഈ ആർഭാടത്തിലും കാര്യങ്ങളിലൊന്നും അല്ല. അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. ഇപ്പം നമുക്ക് പ്രാർത്ഥന മാത്രം പോരാ, നമ്മൾ ഫാമിലികളും അവരെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ അവർ സന്തോഷമായിട്ട് കഴിയണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, മോൻ്റെ മാതാപിതാക്കളും മോളുടെ മാതാപിതാക്കളും എല്ലാം ഒറ്റ കൈയായിട്ട് നിന്നെങ്കിൽ മാത്രമേ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് ഭംഗിയായിട്ട് പോകത്തുള്ളൂ. നമ്മളുടെ ബന്ധുത കിട്ടുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് ആകുകയാണ് ചെയ്യുന്നത്. ആ സ്ട്രെങ്ത് അല്ലേ. ഇപ്പോൾ നമ്മൾ 4 പേരുള്ള ഫാമിലിയിലേക്ക് അടുത്തൊരു 4 പേരുള്ള ഫാമിലിയായിട്ട് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ആ ജോയിനിങ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് കൂട്ടണം. സ്ട്രെങ്ത് കൂട്ടാനാണ് ഈ ജോയിനിങ് എപ്പോഴും വീക്കായിരിക്കും. അപ്പോൾ ആ ഒരു ജോയിൻ്റ് വരികയാണ് അവിടെ. ആ ജോയിൻ്റുകളെല്ലാം വീക്കായിരിക്കും. പക്ഷേ അത് നമ്മൾ പ്രത്യേകം കെയറിങ് കൊടുത്ത് അത് സ്ട്രോങ് ആക്കണം, ആ ബന്ധുത എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ വിശ്വാസവും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ ആടിക്കണം കേട്ടോ. നമ്മളിപ്പോൾ കല്യാണം കഴിച്ച് പിള്ളേർ വലിയ പടവട്ടം കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് നമ്മുടെ ഫുൾ സപ്പോർട്ട് കൊടുക്കണം, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. നമുക്ക് അവരുടെ ജീവിതം വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. പക്ഷേ അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഞാൻ പറയട്ടെ, കാരണം നമ്മളെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആവശ്യമുള്ള കാര്യമാണ്. അല്ലാതെ പറയുന്നതിനും കേൾക്കുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ കുറ്റവും കുറവൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ തന്നെ നെഗറ്റീവായി പോകും. അവർ സ്വയം നെഗറ്റീവാകും. അപ്പോൾ ആ നെഗറ്റീവിലേക്ക് അവരെ വിടാതെ അവർ പോസിറ്റീവിലേക്ക് നിർത്തുകയാണെങ്കിൽ അവർ മുന്നോട്ട് തന്നെ പോയിക്കോളും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. വീഡിയോസൊക്കെ ഒത്തിരി കൂടി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് ഗൈസ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ ഇത്രയും നാൾ വൈകിയതിന് എന്നോട് ക്ഷമിക്കുക. എൻ്റെ വീഡിയോ കാണുക. ഇല്ലെങ്കിൽ പഴയ വീഡിയോ ഒക്കെ എടുത്ത് കാണുന്നേ. ഓക്കെ, ക്ഷീണമുണ്ട് നല്ല. ഓക്കെ, ബൈ, താങ്ക് യു.